ഏയ് നീ കുറച്ചു നേരത്തല്ലേ ഇവിടുന്ന് പോയത്? പിന്നെ എന്താ ഓടി വന്നേക്കണ്ട്? ഞാൻ എപ്പോഴൊരു കാര്യം അറിഞ്ഞ അപ്പൊ നേരെ അങ്ങോട്ട് പോന്നു. നേരെ വൈകിയ ശരിയാവില്ല എന്ന് തോന്നി. നാളെ എപ്പോഴാ നീ പോണേ? ഞാൻ കാലത്ത് നേരത്തെ പോവാനാ. അപ്പൊ ഫസ്റ്റ് തന്നെ ടോക്കെടുത്ത് ദൂരം നിൽക്കാലോ. എത്രയാ പറഞ്ഞേക്കണേ? 1200 അല്ലേ? 1700. ചിലപ്പോ അവിടെ ചെന്നാ വണ്ടിക്കൂലിയും കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാ അപ്പോഴത്തെ തരം പോലെ. മാക്സിമേ ഒരു 1500 രൂപ കിട്ടും. അതിനു വേണ്ടി പിടുത്തിയാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അയ്യ അതെന്നാ നീ അങ്ങനെ പറയണത്? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 1500 ആവശ്യമുണ്ട്. നമുക്ക് 1500 ആവശ്യമുള്ളൂ. അത് ഞാൻ തരാം തൽക്കാലത്തേക്ക്. പിന്നെ നീ കിട്ടുമ്പോ ഒരു 3000 ആയിട്ട് തന്നാ മതി. പറ്റുമോ? അതെന്താ അങ്ങനെ ഒരു ലാഭ കച്ചവടം? ഏയ് നീ അങ്ങനെ ഒരാൾക്കും കാശ് കൊടുക്കാത്ത ഒരാളാണല്ലോ. എന്താ പറ്റിയേ? ഞാൻ പറയണ്ടതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാ. ഞാൻ ഇപ്പൊ വീട്ടിൽ ചെന്നപ്പോഴാ പേപ്പർ വായിച്ചു. പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ട്. ആന്ധ്രയിലേ മൂന്നാമത്തെ ഒരു കുട്ടി ഉണ്ടായി 30,000 റുപ്യ, നാലാമത്തെ ഒരു കുട്ടി ഉണ്ടായി 40,000 റുപ്യ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. വെറുതെ എന്തിനാ നീ ഇവിടെ 1500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ കുടുംബാസൂത്രണം ചെയ്തിട്ട് ഒരു അവസരം കളയുന്നത്? അങ്ങനെ ഒരു കാര്യമുണ്ടോ? അത് ആന്ധ്രയല്ലടാ, കേരളത്തിലല്ലോ. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വരും. ആന്ധ്രയിൽ എന്താ സംഭവിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബാസൂത്രണം കാരണം അവിടെ കുട്ടികളുണ്ടാവുന്ന നിരക്ക് കുറഞ്ഞു. കേരളത്തിൽ സ്ഥിതി എന്ന് വെച്ചാൽ അതിനെക്കാട്ടിലും കഷ്ടമാണ്. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ പെൺപിള്ളേരും ആൺപിള്ളേരും കല്യാണം കഴിക്കൽ കുറഞ്ഞു. കല്യാണം കഴിച്ചാൽ തന്നെ പെൺപിള്ളേർക്ക് പ്രസവിക്കാനും മടിയാണ്. അങ്ങനെ പോകാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാവും. അപ്പം ഇനി ഭാവിയിൽ ഇവിടെ 30,000 40,000 നമുക്ക് 50,000 കൊടുക്കും. മനസ്സിലായോ? ഏഹ് അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യാവും നല്ലതല്ലേ? പുതിയ തലമുറയ്ക്ക് ജോലി സമ്മർദ്ദം തിരക്കും കാരണം ഇതിനൊന്നും നേരമില്ല, താല്പര്യമില്ല. ഇങ്ങനെ പോകാൻ വെച്ച് കഴിഞ്ഞാണല്ലോ ഈ കാര്യത്തിന് പഴയ തലമുറ തന്നെ മുന്നോട്ട് ഇറങ്ങേണ്ടി വരും. ഏയ് നീ എന്തായാലും വന്നു നന്നായി. അല്ലെങ്കിൽ കാലത്ത് നേരത്തെ പോയി ഞാൻ കാര്യങ്ങൾ നടത്തി വന്നായിരുന്നു. എത്ര കാശന്റെ പോയറിഞ്ഞ? കണക്കേ 3000 ഇല്ല, ഒരു 5000 ഞാൻ തരുന്നുണ്ട്. കടുവായെ കിടുവ പിടിക്കുന്നു